ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഉറുമൂനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ചന്ദനമഴ റിയാക്ഷനും ഒന്നും നിന്നിരിക്കുകയാണ്. ഷോർട്ട് ഫിലിംസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം. എനിവേ നമുക്ക് കുറേ നാളെ നമ്മൾ റീൽസ് റിയാക്ട് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് റീൽസ് റിയാക്ട് ചെയ്യാമെന്ന് കരുതി. ഏത് പാടുവോ? പാടത്തില്ലേ? അവള് ബീജമിട്ട് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. പാടുമോളെ, പാടു, ഒന്ന് പാടു. അരമണിക്കൂറായി പാടൂല. ഇപ്പൊ തുടങ്ങും. तुमसे मिलके दिल का है जो हम है हो गया है कैसा ये कमाल कहे നീ എന്നാ ക്യാ കഹേ? എന്നതാടി ഇത്? നിന്റെ സ്റ്റുഡിയോയും സെറ്റപ്പും കണ്ടാ തോന്നൂല്ലോ നിന്റെ വായിൽ എങ്ങനെയാണ്. എന്റെ ദൈവമേ, പെട്ടെന്നുള്ള ബൈക്ക് ഈ സ്റ്റുഡിയോക്കകത്ത് തന്നെ ഇരുന്നോട്ടെ. ഈ സൗണ്ട് പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ. ആ മുറിക്കകത്ത് തന്നെ ആ സ്റ്റുഡിയോക്കകത്ത് അങ്ങനെ ഇരുന്നോട്ടെ. സൗണ്ട് ആരും അങ്ങോട്ട് കയറി ചെല്ലല്ലേ എന്റെ കടവുളെ. ആരാണ്ടൊക്കെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാ മാഷ് നിക്കണോ? മാഷേ എന്താണ്? എനിക്ക് നിന്നെ വേണം. അത് ഈ മാഷ് കറക്റ്റാ. എനിക്ക് എടുത്തോ, ഞങ്ങള് തരണമല്ല, എടുത്തോ. ഒന്നും തരണ്ട, സത്യം. അടുത്തത് വന്നിട്ടുണ്ട്. ഇല്ല, പോന്നില്ല. ഇനി ഇത് 3 തവണ പറഞ്ഞിട്ട് വേണം പുള്ളിക്ക് ക്യാമറ കട്ട് ചെയ്യാൻ. ഇല്ല, പോരുന്നില്ല. 30 രൂപയുടെ പെട്രോൾ അടിക്കാൻ പറഞ്ഞു, 300 രൂപ അടിച്ചു പമ്പുകാർ. എന്ത് ചെയ്യാനാ? ഇവിടെ ആക്റ്റീവല് ഇവർ തിരിച്ച് ഊറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ 30 തന്നെ കേട്ടോ പറഞ്ഞു. കൂടുതൽ പൈസ കിട്ടില്ല ചെയ്താ മൊത്തം ഊറ്റിക്കൊണ്ട് പോയ വണ്ടി കിടന്ന പെട്രോൾ ഇല്ല കേട്ടാ. 30 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് കൊണവണ. ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 30 രൂപയ്ക്കാണോ പെട്രോൾ അടിക്കുന്നത്? 30 രൂപയ്ക്ക് എന്നാ കിട്ടും? പിന്നെ നമ്മളൊരു മാന്യനായതാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കണേ. മാന്യനാന്ന് 30 രൂപയ്ക്ക് അടിച്ചപ്പോഴേ മനസ്സിലായി. 1 ലിറ്റർ പെട്രോളിന് തന്നെ 100 മുകളിൽ കൊടുക്കണം. ഇപ്പൊ വേറെ ഒന്നും ചെയ്യൂലായിരുന്നു. വണ്ടിയിൽ ഓൾറെഡി 100 രൂപ പെട്രോൾ ഉണ്ടായിരുന്നു. അത് പോട്ടെ, ഇപ്പൊ ഇതിനകത്ത് ചടിപ്പി 300 രൂപ പെട്രോൾ ഇട്ടാ. വലിയ ഗമയില് പറയുന്ന ഒരു ദരിദ്രവാസി. ഇതൊക്കെ ഇമേജിനെ ബാധിക്കുന്ന കേസ്. എന്റെ പൊന്ന് ചേട്ടാ, മതി. 30 രൂപയുടെ പെട്രോൾ അടിക്കാൻ 3 സെക്കൻഡ് പോലും എടുക്കൂല. അപ്പൊ ഇവനെ ഏത് ലോകത്ത് നിന്ന് അടിച്ചത്? അതിനകത്ത് മരുഭൂമിയിലൊന്നും ഇല്ലല്ലോ. അതിനകത്ത് ഉണ്ടെന്നതിനകത്ത് ഓൾറെഡി പെട്രോൾ ഉള്ള. ഇവര് 2010 പുറകോട്ടാണോ പോകുന്നത്? ഇതൊക്കെ ഏത് കാലത്തെ സാധനാന്നറിയാവോ? ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുക രണ്ടും. അടുത്ത പാട്ട് കേൾക്കാം. ആര് ആണെങ്കിൽ ഇറങ്ങിപ്പൊടി. ഇല്ല, വയ്യടാ. ഏതോ ഒരു സ്ക്രൂ കഴിഞ്ഞിരിക്കുക. ജോലിയും കൂലിയില്ലാത്ത യുവമാരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാടെ ഇതിൽ നിന്നൊക്കെ? പറയടാ, ഒന്ന് പറഞ്ഞു താ. ഞാനാണടാ മമ്മൂസ്. ഈ മമ്മൂസിന്റെ ഉണ്ണിയപ്പം ആരാടാ എടുത്തത്? പറയടാ. ഉണ്ണിയപ്പം എടുത്താൽ തിരിച്ചു കൊടുക്കടാ. ആരാടാ ഈ മമ്മൂസിന്റെ ഉണ്ണിയപ്പം എടുത്തത്? ഈ മമ്മൂസിന്റെ ഉണ്ണിയപ്പം എടുത്തവരെ മമ്മൂസ് വെറുതെ വിടില്ല. പറയടാ. നിനക്ക് ഉണ്ടോ? ആ തെങ്ങില് തേങ്ങയുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് മാറിയിരി.
ആ വഴി വരുന്നില്ല. ഹലോ എവരിവൺ, ഇന്ന് ഞാൻ ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടൊന്നല്ല വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള 2 പ്രശസ്തരായിട്ടുള്ള മഹത് വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്പർ 1, ജസ്റ്റ് നമ്പർ 2. മിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്? പറഞ്ഞ മിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മലയാളം പഠിപ്പിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. മിച്ചർ എന്ന് പറഞ്ഞാൽ ചേട്ടാ, ഇറ്റ്സ് നോട്ട് മിക്സ്ചർ, മിക്സ്ചർ പറഞ്ഞേ കേക്കട്ടെ. ഇങ്ങനെ തന്നെ പറഞ്ഞാലേ കടക്കാർക്കും മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ കടക്കാർ എന്ന് വെക്കും. ദാറ്റ്സ് റൈറ്റ്. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും നമുക്ക് പരാഠ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, പൊറോട്ട എന്ന് പറഞ്ഞാലും കിട്ടും. പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതും പറയേണ്ട ആവശ്യമില്ല, അവർ എന്തെങ്കിലും തന്നോടും. കോമഡി ആയിരുന്നു അത്. ചേച്ചിയുടെ കോമഡിക്കാരെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുക്കും, ഞാൻ ചിരിച്ചു തരാം. ഒന്ന് പോയ ചേച്ചിയായിരുന്നു, വെറുതെ ഊക്ക് മേടിച്ചു കൂട്ടും. എനിവേ, ദിസ് ഇസ് ജസ്റ്റ് ഫോർ ഫൺ, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. ജസ്റ്റ് ലൈക്ക് ഹൗ ദേ ഡു. അവരുടെ വീഡിയോസ് ഒക്കെ എനിക്ക് ഒരുപാട് പേര് അയച്ചു തരാറുണ്ട്, ഞാൻ കാണാറുണ്ട്, ഐ എൻജോയ് ഇറ്റ്. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഇംഗ്ലീഷ് പ്രോവർബ് പഠിച്ചിട്ട് പോവാം. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് വെച്ചാൽ പകർത്തിന് പകരം ഓർ കൊടുത്താൽ കൊലത്. അയ്യോ, ടിറ്റ് ഫോർ ടാറ്റ് അടിക്കാൻ വന്നതാ എൻ്റെ അടുത്ത്. ഈ ചേച്ചിയോട് എത്ര പറഞ്ഞാലും ഈ ചേച്ചിക്ക് മനസ്സിലാകത്തില്ല. ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കുക. ഇതെന്തുവാ? ഇതൊരു പെന്നാണ്. ഓക്കെ, ഇത് മലയാളത്തിനോട് പേന എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് ഇവിടെ ആരുടെ ഒന്നും ഊരിപ്പോകാനൊന്നും പോകുന്നില്ല. ചേച്ചി പറയുന്ന പോലെ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ജെറോക്സിന് ജെറോക്സ് എന്നും സിറോയ്ക്ക് ജിറോ എന്നും ജിങ്കിന് ജിങ്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ശരിയാണ്, പ്രൊനൗൺസിയേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പുരാട്ടയ്ക്കും പാലപ്പത്തിനും അല്ലെങ്കിൽ ഈ വക ആൾക്കാർക്ക് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? ഈ പറയുന്ന വ്യക്തി മലയാളം പോലും പ്രോപ്പറായിട്ടല്ല പറയുന്നത്, എന്നിട്ടാണ് പുള്ളിക്കാരി ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്നത്. അതെന്തായാലും ആവട്ടെ. ഈ പുള്ളിക്കാരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരി ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ്, ഇതാണ് ശരി, ഇതല്ലാണ്ട് വേറെ ശരിയില്ല. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇങ്ങനെ പറയും, ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ സ്വന്തം പേര് ആരെങ്കിലും ഒക്കെ തിരുത്തിയാണ് പറയുന്നത്, നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. പക്ഷേ ഇതുപോലുള്ള ഒബ്ജക്റ്റുകൾ, ഈ പൊറോട്ടയും പുരോട്ടയും അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചേച്ചിക്ക് മനസ്സിലാകത്തില്ല. ചേച്ചി ഉപകാരമുള്ളത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇപ്പം ചില വീഡിയോസൊക്കെ നല്ലതാണ്, ചിലതൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. എന്താണ് ചേച്ചി, എന്നെ പറ്റി? അവരെന്തെങ്കിലും പറഞ്ഞ അങ്ങനെ ചിരിച്ചോളും. കഴിഞ്ഞോ? പൊക്കോട്ടെ, ഞങ്ങള് അടുത്ത വീട്ടിലേക്ക് പോവാം. അവളോട് തോളി കയറണ്ട. വേണ്ട, നിന്റെ കൂടെ ഒരു നിമിഷം ഇരിക്കാൻ തോന്നുന്നു. അത് എന്നതാടേത്? എന്നാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഈ അവസ്ഥയിലൊക്കെ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിനാ, ഒരു മടിയില്ല തന്നിടുവാൻ എന്തിനാ, ചേട്ടനാണല്ലോ എന്നിട്ട് നാണോ? നീ എന്റേതാകുമോ? പുള്ളി പാട്ട് പെറുക്കിയാ പാടുന്നേ, നല്ല വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. നാണം നീ മാറ്റിയിടുമോ? സോറി ബിച്ച്.
എൻ്റെ അമ്മ എനിക്ക് വിചാരിച്ചിരിക്കാൻ. അതാണേലും കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഒരു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. So bye for now.